നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടതും കേട്ടതും എല്ലാം തന്നെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള രാജേഷിൻ്റെ വാർത്തകൾ തന്നെയാണ്. എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണത്. കുറച്ച് മനസാക്ഷി കാണിച്ചിരുന്നെങ്കിൽ എനിക്കും അവൻ്റെ കുഞ്ഞുങ്ങൾക്കും രാജേഷിനെ ഒന്ന് തൊടുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറ്റവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം. എനിക്കും അവൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കുമെല്ലാം അവസാനമായിട്ട് അവനൊന്ന് തൊടാനോ ഉമ്മ വയ്ക്കാനോ ഒന്ന് തലോടാനോ ഒന്നും പറ്റിയില്ല. അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തീരാ നോവായിരിക്കുകയാണ്. ആശ്വാസവാക്കുകളുമായി ഉറ്റവർ വീട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഉള്ളിലെ നീറ്റിൽ മറച്ചു വയ്ക്കാൻ പിതാവ് രാജശേഖരൻ കഴിയാതെ പറയുന്ന പ്രധാന വാക്കുകൾ തന്നെയാണിതെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയരക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച നേമം കല്ലിയൂർ സ്വദേശി ആർ രാജേഷിന്റെ സംസ്കാരം കഴിഞ്ഞ 4 ദിവസം പിന്നിട്ടു. ആ സങ്കട കണ്ണീർ ഇപ്പോഴും തോർന്നിട്ടില്ല എന്നത് സത്യമാണ്. മറ്റൊരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ ഹീറോയോട് സർക്കാർ സംവിധാനം കാണിച്ച അനാസ്ഥയുടെ വാർത്തകൾ പുറത്തുവരുമ്പോൾ രാജേഷിന്റെ കുടുംബത്തിന് വേദന ഇരട്ടിക്കുകയാണ് എന്ന് പറയാം. അപകടം നടന്ന 3-ാം ദിവസത്തിനു ശേഷം മീന്തുള്ളിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഏറ്റുവാങ്ങാൻ പിതാവ് രാജശേഖരനും ബന്ധുക്കളും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. നാട്ടിലേക്ക് ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസ് ക്രമീകരിച്ചപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതരെയും തഹസിൽദാരെയും എതിർപ്പ് അറിയിച്ചിരുന്നു. നാട്ടിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ ബന്ധപ്പെട്ടപ്പോൾ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ മൃതദേഹം എത്തിക്കരുതെന്ന് ബന്ധുക്കൾ ലഭിച്ച നിർദ്ദേശമുണ്ട്. എന്നാൽ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ വഴങ്ങിയില്ല. അസമിലേക്ക് വരെ തന്നെ തങ്ങൾ ഫ്രീസറില്ലാതെ മൃതദേഹം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആവശ്യം തള്ളിയത്. ദുർഗന്ധം നിമിത്തം തൃശൂർ ചാവക്കാട് ആശുപത്രിയിൽ വെച്ച് മൃതദേഹം ഫ്രീസറുള്ള മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റിയത്. മൃതദേഹത്തോട് കാട്ടിയ അനാദരവിൽ ബന്ധുക്കൾ രോക്ഷമറിയിക്കുകയായിരുന്നു. ആംബുലൻസിൽ ചിലവായ തുക പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ UPA വഴി അയച്ചു നൽകുകയായിരുന്നു. ബുധനാഴ്ച കല്ലിയൂരിൽ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിനെത്തിയപ്പോൾ മക്കളും ഭാര്യയും അടക്കം ഉറ്റവർ രാജേഷിന്റെ മുഖം കാണാനായിരുന്നില്ല. സംസ്കാര വേളയിൽ പോലും മൃതദേഹത്തിൽ തൊടാനും കഴിഞ്ഞില്ല. അച്ഛനെ കാണണമെന്ന് നിലവിളിച്ച രാജേഷിന്റെ 2 ആൺമക്കളുടെ വേദനയിൽ ചടങ്ങിനെത്തിയവരുടെ എല്ലാം കണ്ണു നനയിച്ചു. 17 മണിക്കൂറിലേറെ സമയമെടുത്താണ് രാജേഷിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കാനായത്. എല്ലാവരും വളരെ വേദനയോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. ഒരു മൃതദേഹത്തിനോട് കാണിക്കുന്ന അനാദരവ്, അതും നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ പോലും ജീവൻ നോക്കാതെയാണല്ലോ അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇത്തരമൊരു ജീവിതാവസാനം ഉണ്ടായത്. 2 കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന അദ്ദേഹം അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് ആ മക്കളുടെ കരച്ചിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. അത്രമാത്രം സുഹൃത്തായിരുന്നു അവരുടെ അച്ഛനെന്ന് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛൻ പോയി എന്ന് പറഞ്ഞ് മക്കൾ കരയുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം.